നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ഒരു ചില കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കാം. 2 വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. നഹൂമിന്റെ പ്രവചനത്തിലേക്ക് ആദ്യം കടന്നു വരാം. 1-ാം അധ്യായം 3-ാമത്തെ തിരുവെടുത്ത് ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. നഹൂമിന്റെ പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. മറ്റൊരാൾ സങ്കീർത്തനം 103:8. സങ്കീർത്തനം 103:8. ഓരോരോ പേജിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ. മതി. കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. 2 പദങ്ങൾ ഈ 2 വേദഭാഗങ്ങളിലും നമ്മൾ കണ്ട ഒരു വാക്കുണ്ട്. യഹോവ ദീർഘക്ഷമ ഉള്ളവൻ. നഹൂം പ്രവചനത്തില് നമ്മൾ വായിക്കുന്നത് യഹോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ. ഞാൻ ആമുഖമായി 1-2 കാര്യങ്ങൾ മാത്രം ആ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാനായി താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, നഹൂമിന്റെ പ്രവചനം വേദപുസ്തകത്തിൽ 34-ാമത്തെ പുസ്തകമാണ്. പ്രത്യേകിച്ച് പ്രവചന ഗ്രന്ഥങ്ങളിൽ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 7-ാമത്തെ പ്രവചന ഭാഗമായിട്ട് നമുക്ക് നഹൂമിന്റെ പ്രവചനത്തെ കാണുവാൻ കഴിയുന്നു. ഈ നഹൂം എന്ന് പറയുന്ന പദത്തിന് ആശ്വാസകൻ എന്ന അർത്ഥമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ, ഈ നഹൂമിന്റെ പ്രവചനം പഠിക്കുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ കുറച്ച് വാക്യങ്ങൾ, വളരെ കുറച്ച് അധ്യായങ്ങളേ ഉള്ളൂ. അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ വലിയ ആശ്വാസമൊന്നും നമുക്ക് അതിൽ നിന്ന് കിട്ടത്തില്ല, നമുക്ക് കാണാനും കഴിയത്തില്ല. പക്ഷെങ്കിലും പുള്ളിയെ വിളിച്ചിരിക്കുന്നത് ആശ്വാസകൻ എന്നാണ്. അദ്ദേഹം പ്രവചിക്കുന്നത്, നമ്മൾ അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, നിനവയെ കുറിച്ചുള്ള പ്രവാചകം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ നഹൂം എന്ന പ്രവാചകൻ ആരെ കുറിച്ചാണ് പ്രവചിക്കുന്നത് നമുക്കറിയാം. പഴയ നിയമത്തിൽ നിരവധി പ്രവാചകന്മാരുണ്ട്. ഈ പ്രവാചകന്മാർ പലരും ഓരോ രാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്ത് അവർ പ്രവചിച്ചിട്ടുണ്ട്. ചിലരാണ് വ്യക്തി കേന്ദ്രീകൃതമായ ആ പ്രവചനങ്ങൾ നടത്തുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇവിടെ നഹൂം എന്ന് പറയുന്ന പ്രവാചകൻ നിനവെ എന്ന് പറയുന്ന പ്രദേശത്തെ നോക്കിയാണ് അദ്ദേഹം പ്രവചിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ നിനവയെ കുറിച്ച് പ്രവചിച്ച മറ്റൊരു പ്രവാചകൻ കൂടെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അതാരാണെന്നറിയാമോ? യോന. യോനയും നിനവയെ കുറിച്ച് പ്രവചിച്ച അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ്. യോനയുടെ പ്രവചനവും നഹൂമിന്റെ പ്രവചനവും നിനവയ്ക്കെതിരെയാണ്. നിനവ എന്ന് പറയുന്നത് അസീറിയയുടെ തലസ്ഥാനമാണ്. ഈ അസീറിയയാണ് ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് ഇടയായത് എന്ന് രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ നിനവെ പ്രവാചകൻ ഈ നിനവയെ നോക്കി ആദ്യം പ്രവചിച്ച പ്രവാചകനാണ് യോന. യോന എന്താണ് പ്രവചിച്ചതെന്നറിയാമോ? നിനവയുടെ മാനസാന്തരത്തിന് വേണ്ടി, നിനവെ മാനസാന്തരപ്പെടുവാൻ, പാപങ്ങൾ ഏറ്റുപറയുവാൻ, രട്ടിലും വെണ്ണിയിലും ഇരിക്കുവാൻ, അനുദപിക്കുവാൻ, ഏറ്റുപറയുവാനുള്ള ഒരു മാനസാന്തര പ്രഭാഷണമാണ് യോന നിർവഹിക്കാൻ ഇടയായത്. അങ്ങനെ യോനയുടെ പ്രഭാഷണത്തിൽ അവൻ ആ രാജ്യത്തിന്റെ രാജാവ് പോലും
അവൻ ആ പ്രസംഗത്തിന്റെ ആഴം മനസ്സിലാക്കി, ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം സാരാംശം മനസ്സിലാക്കി ദൈവവചനത്തിന്റെ മുൻപിൽ അദ്ദേഹം രണ്ടിലും വെണ്ണീരിലും ഇരുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ ആ ദേശത്തിലെ സകല നിവാസികളും അവർ മാനസാന്തരപ്പെട്ടു എന്നാണ് നമ്മൾ യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഓർപ്പിച്ചു, നഹൂം എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ആശ്വാസകൻ എന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ആശ്വാസകനായ നഹൂം നിലവയെ നോക്കി പ്രവചിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ന്യായവിധിയുടെ വചനങ്ങളാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. അവൻ ഇദ്ദേഹത്തിൽ നിന്ന്, അവൻ യോനയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില പ്രവചനങ്ങളാണ് അദ്ദേഹം ഇവിടെ നിർവഹിക്കുന്നത്. അവൻ എന്തുകൊണ്ടായിരിക്കാം നഹൂമിനെ ആശ്വാസത്തിന്റെ പ്രവാചകൻ, ആശ്വാസകൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഈ അസീറിയയ്ക്ക് അല്ലെങ്കിൽ നിലവിലുണ്ടാകുന്ന നാശത്തെ കുറിച്ച് പ്രവചിച്ചത് കൊണ്ടാകാം ഈ ജനം എന്ന് പറയുന്നത്. അവൻ സ്വന്തം ഈ നിലവെ നിവാസികൾ ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തെ നിരോധിച്ചവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയവരാണ്. പക്ഷെ അവർക്ക് ഒരു ന്യായവിധി വരുവാൻ പോകുന്നു എന്നുള്ള സന്ദേശം നഹൂം അറിയിച്ചത് കൊണ്ടാകാം അവൻ തന്റെ ജനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഇസ്രായേലിന്റെ ഉദ്ധാരകനായി നിന്നുകൊണ്ട്, ഇസ്രായേലിനെ ശിക്ഷിച്ച ജനത്തിന് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള വർത്തമാനം അവൻ ദൈവാത്മാവിനാൽ പ്രവചിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തെ ആശ്വാസകൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുവാനിടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എങ്ങനെയും അവൻ നഹൂം വളരെ ശക്തമായ ഭാഷയിലാണ് തന്റെ സന്ദേശങ്ങൾ നിലവെ നിവാസികളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമുക്കിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പാര വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പെന്തക്കോസ്തുകാരായി നമ്മൾ പോലും വന്നിരുന്ന് കർത്താവെ അവരിട്ട് പറയണം, കൊടുക്കണം എന്ന് പറഞ്ഞ് പറയാതെങ്കിലും പറയും, അല്ലെ? പറയും ഒരെണ്ണം കൊടുക്കണമെന്ന്. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഇസ്രായേൽ ജനത്തെ വളരെയധികം ആര് ഉപദ്രവിച്ചു? ഈ നിലവെ നിവാസികൾ ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, അവരെ വേണ്ടവണ്ണം മർദ്ദിപ്പിച്ചു, പ്രവാസികളായി അവരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോ ഇവർക്കിട്ടൊരു പണി കൊടുക്കുമെന്ന് പറയുമ്പോ അത് വലിയ ആശ്വാസത്തിന്റെ വർത്തമാനമാണ്, അല്ലേ? നമുക്കറിയാം, മല്ലനായ ഗോലിയാത്ത് ഫിലിസ്തീയ നിരയെ ഒരുമിച്ച് നിന്നെന്തിയുന്നു. അവൻ ഫിലിസ്തീയ നിരയിൽ നിന്നുകൊണ്ട് ദൈവജനത്തിനെതിരെ വെല്ലുവിളിക്കുന്നു. അപ്പൊ ഒരു കൊച്ചി ഇറങ്ങിയ മുമ്പിൽ വന്ന് അവരെ തള്ളിയിട്ടപ്പോ ഇസ്രായേൽ നിരക്ക് എന്താ ആശ്വാസം ഉണ്ടായി, അല്ലേ? അതുപോലെ ഹാമാൻ അവൻ സ്വന്തം ഒറ്റയ്ക്ക് നിന്നുകൊണ്ടൊരു രാഷ്ട്രത്തിനെതിരെ കടന്നു വന്നപ്പോൾ അവനെ തൂക്കിലെത്തിയ സമയത്ത് ആ ജനം എന്തുമാത്രം ആശ്വാസം കൈവരിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും അവൻ നെഹമ്യ, അവൻ സ്വന്തം നഹൂമിനെ ഒരു ആശ്വാസത്തിന്റെ പ്രവാചകനായി കാണുന്നത്. അവൻ ഇതിന്റെ മേൽ ന്യായവിധി പ്രവചിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരുതുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നോക്കൂ, ഈ നഹൂം ആരായിരുന്നു? നമ്മള് അവിടെ വായിക്കുന്നുണ്ട് 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ആരാണ്? എൽക്കോസ്യൻ ആയിരുന്നു. എൽക്കോസ്യൻ. ആ എൽക്കോസ്യൻ എന്ന പദത്തിന്, ആ എൽക്കോസ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നമ്മുടെ മുൻപിൽ ഇല്ല. എങ്കിലും ചില അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഈ എൽക്കോസ് എന്ന് പറയുന്നത് അസീറിയയിൽപ്പെട്ട അല്ലെങ്കിൽ നിനവയിൽപ്പെട്ട ഒരു സ്ഥലമാണ് എൽക്കോസ് എന്ന് വിവക്ഷിക്കുന്ന പറയുന്ന ചില സ്കോളേഴ്സ് ഉണ്ട്. കാരണം ഈ അസീറിയ എന്ന് പറയുന്ന പട്ടണം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ്. ആ സ്ഥലത്ത് ഉള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് എൽക്കോസ് എന്ന് ചില വ്യക്തിജീവിതങ്ങൾ, ചില സ്കോളേഴ്സ്, ബൈബിൾ സ്കോളേഴ്സ് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ സഭാപിതാവായ ജെറോം പറയുന്നത് ഗലീല എന്ന് പറയുന്ന സ്ഥലത്ത്
എൽക്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്നാണ് സഭാപിതാവായ ജെറോ പറയുന്നത്. ഗലീല എന്ന് പറയുന്ന സ്ഥലത്ത് എൽക്കോസ് എന്ന സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്നുള്ള വ്യക്തിയായിരിക്കാം ഇദ്ദേഹം എന്നാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഈ ഗലീലയ്ക്കടുത്തുള്ള ഈ എൽക്കോസിനടുത്താണ് നമ്മൾ ബൈബിളിൽ കാണുന്ന രാമ എന്ന് പറയുന്ന സ്ഥലം. രാമ ആരാണ് താമസിച്ചത് അറിയാമോ? നമുക്കറിയാം, ശമൂവേൽ പ്രവാചകൻ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണ് രാമ. ഈ രാമയും എൽക്കോസും തമ്മിൽ അടുത്തടുത്ത സ്ഥലങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത് ഒരു അഭിപ്രായം കൂടെയുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ കഫർനഹൂം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഇപ്പൊ കഫർനഹൂമിലുള്ള മനുഷ്യനാണ് ഈ നഹൂം എന്നാണ് വലിയൊരു വിഭാഗം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ പദം കഫർ നഹൂം അത് രണ്ടു വേടുകളാണ്. കഫർ നഹൂം, ദ സിറ്റി ഓഫ് നഹൂം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ ഈ പട്ടണത്തിലുള്ള വ്യക്തിയാണ് നഹൂം എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ നഹൂം എന്ന പദത്തിന് ആശ്വാസകൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കഫർനഹൂം എന്ന പദത്തിനും എറ്റിമോളജിക്കലായി അല്ലെങ്കിൽ പദശാസ്ത്രപരമായി നമ്മൾ അർത്ഥം കൊടുക്കുമ്പോൾ വില്ലേജ് ഓഫ് കൺസർവേഷൻ, വില്ലേജ് ഓഫ് കംഫോർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവാചകൻ ഒരു കാരണവശാലും സ്വന്തം ഗലീലയിലുള്ള മനുഷ്യനോ അല്ലെങ്കിൽ അസീരിയയിലുള്ള മനുഷ്യനോ ആയിരിക്കത്തില്ല. അദ്ദേഹം കഫർനഹൂമിലുള്ള ഒരു മനുഷ്യനായിരിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ എൽക്കോസ് എന്ന സ്ഥലത്തെ പിന്നത്തേതിൽ അവൻ പുനർനാമകരണം ചെയ്ത് അവൻ മാറ്റിയ പേരാണ് കഫർനഹൂം എന്ന പേര് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമുക്കറിയാം, ചില വ്യക്തികളുടെയൊക്കെ പേരില് ചില രാജ്യങ്ങൾ അറിയപ്പെടാറുണ്ട്. നമ്മുടെ കൊച്ചു കൊച്ചു നാട്ടിലും അല്ലെ ചില പള്ളികൾ, ചില സ്ഥലങ്ങൾ, ഇതൊക്കെ ചില വ്യക്തികളുടെ പേരില് അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം, വാഷിംഗ്ടൺ ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായ വാഷിംഗ്ടന്റെ പേരിലാണ് വാഷിംഗ്ടൺ DC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും ഓരോ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുക സ്വാഭാവികമാണ്. അതുപോലെ നഹൂം എന്ന പ്രവാചകന്റെ പേരിലാണ് ഈ കഫർനഹൂം എന്ന പട്ടണം അറിയപ്പെടുവാൻ ഇടയായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒറ്റ കാര്യം കൊണ്ട് പറയാം, ഈ നഹൂം എന്ന പ്രവാചകൻ ഒരു എക്സൈലിംഗ് പ്രൊഫറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന് മുമ്പുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് അദ്ദേഹം നിലവിലെതിരെ പ്രവചിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, യോനയുടെ കാലത്തിൽ യോന പ്രവചിച്ച് 180 ആണ്ടുകൾക്ക് ശേഷമാണ് യോവാശിന്റെയും ഹിസ്കിയാവിന്റെയും കാലഘട്ടത്തിനകത്തുള്ള കാലഘട്ടത്തിലാണ് നഹൂം പ്രവചിച്ചത്. യോനയുടെ പ്രസംഗത്താൽ ആ ജനം മുഴുവനും നെട്ടിയിരുന്നു, ആ ജനം മുഴുവനും വെട്ടിയിരുന്നു. അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അവർ ദൈവത്തിലേക്ക് തിരിയുവാൻ ഇടയായി. കരമുയർത്തി മഹത്വം കൊടുത്താട്ടെ. നമ്മള് സാധാരണ പറയാറുണ്ട്, മുഴുത്ത മാനസാന്തരം 3 മാസം അല്ലെ? നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമാണ്. നമ്മൾ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആവേശഭരിതരായി നമ്മൾ എന്ത് ചെയ്യും? വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. കർത്താവേ, സ്തോത്രം, ഈ ആണ്ടില് ഞാൻ 10 കുടുംബത്തില് 10 ആത്മാക്കളെ നേടും എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കും. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം, യാതൊരു ആരാധനയ്ക്കും മുടക്കം വരുത്തത്തില്ല. എല്ലാ പദ്ധതികളിലും, ആലയത്തിന്റെ എല്ലാ പദ്ധതികളിലും ഞാൻ പങ്കാളികളാകും. നമ്മളിങ്ങനെ ഓരോ തീരുമാനങ്ങൾ, ഓരോ വിഷയങ്ങളിൽ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെങ്കിൽ സ്വന്തം നിലവേ നിവാസികളും അങ്ങനെയാണ്. അവർ പ്രസംഗം കേട്ടു, യോനയുടെ പ്രസംഗം കേട്ടു. അന്ന് അവർ വൈകാരികമായിട്ട് അത് കേട്ടപ്പോൾ വൈകാരികമായ തീരുമാനത്തില് അവർ മെസ്സേജ് ഉൾക്കൊണ്ടു. പക്ഷെ ആ മാനസാന്തരത്തിൽ ജനത്തിന് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. ആ മാനസാന്തരത്തിന് ഒരു ഡെപ്ത് ഇല്ലായിരുന്നു, ഒരാഴം ഇല്ലായിരുന്നു, പേരില്ലായിരുന്നു. അതുകൊണ്ട് ആ മാനസാന്തരം ഒരു 150 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോ ആ മാനസാന്തരം ടോട്ടലി എന്ത് ചെയ്തു? അവൻ നഷ്ടപ്പെട്ടു. അവൻ നഷ്ടപ്പെട്ട സമയത്താണ് പ്രവാചകനായ
നഹൂമിനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, അവനല്ല മാനസാന്തരപ്പെടാൻ ഞാൻ അവൻ നിനവെ മുഴുവൻ നശിച്ചു പോകാൻ പോകുകയാണ്. ദൈവം കരുണയുള്ളവനാണ്, ദൈവം കൃപയുള്ളവനാണ്. അവൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നു, അവൻ ഇനിയും ദൈവം അവസരം തരത്തില്ല. അവൻ അദ്ദേഹം പറയുന്നു, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ദൈവം ശക്തനാണ്, ദൈവത്തിന് ഇനിയും നിങ്ങൾക്ക് അവസരം തരുവാൻ ഒരിക്കൽ കൂടെ മനസ്സുണ്ട്. അവൻ ഇന്ന് പകൽക്കാലം തിരിയുവാനുള്ള സമയമാണ്. തിരിഞ്ഞില്ല എങ്കിൽ അവൻ വാളിന് മൂർച്ച കൂടുകയാണ്. Praise the Lord. ഇത് ആ കാലഘട്ടത്തിലെ ജനത്തിന് മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തിനുള്ള ഒരു സന്ദേശം തന്നെയാണ്. അവൻ പ്രിയമുള്ളവരെ, അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അവൻ നമുക്ക് തരുന്നതായ ഈ സന്ദർഭത്തില്, അവൻ നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തില്, അവൻ ദൈവത്തിന്റെ ദീർഘക്ഷമയെ നമ്മൾ എന്ത് ചെയ്യരുത്, അവൻ നമ്മൾ പരീക്ഷിക്കുവാൻ പാടില്ല. ഉയർത്തി യേശുവിന് മകത്തെ കൊടുത്താട്ട് ഈ പ്രവചനം പഠിക്കുമ്പോ, അവൻ നഹൂമിന്റെ പ്രവചനം പഠിക്കുമ്പോ ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങളെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. രണ്ട്, ദൈവം ക്രോധാകുലനാണ്, ദൈവം ക്രോധിക്കുന്നവനാണ്, അഥവാ ദൈവം ന്യായം വിധിക്കുന്നവനാണ് എന്നിത്യാദി രണ്ട് സന്ദേശങ്ങളാണ് അവൻ നഹൂമിന് പറയുവാനുള്ളത്. Praise the Lord. ഇന്ന് പകലിൽ ഞാൻ ആ തലക്കെട്ടിൽ നിന്നുകൊണ്ട് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്കുകൾ അവൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? അവൻ ദീർഘക്ഷമയുള്ള ദൈവം. അകൃത്യങ്ങളെ ഓർമ്മ വച്ചിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും എന്നെ തകർന്നു പോകേണ്ടവരാണ്, അല്ലേ? പക്ഷെങ്കിൽ ദൈവം നമ്മുടെ അകൃത്യം എന്ത് ചെയ്തിട്ടില്ല, തന്റെ ഓർമ്മയിൽ വച്ചിട്ടില്ല. പക്ഷെ നമ്മളാണെങ്കിൽ ആരെങ്കിലും നമ്മോട് ഒരു പിഴവ് ചെയ്താൽ, എന്തെങ്കിലും ഒരു കൃത്രിമം കാട്ടിയാൽ, നമ്മൾ ചത്താലും എന്ത് ചെയ്തില്ല, അത് നമ്മൾ മറക്കത്തില്ല. അങ്ങനെയുള്ള ജന്മങ്ങളാണ് മനുഷ്യ ജന്മങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കത്തില്ല. മരിച്ച് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോഴും കയ്യിൽ കിട്ടിയാൽ വേണമെങ്കിൽ ചാടി എഴുന്നേറ്റ് വന്ന് രണ്ടെണ്ണം കൊടുക്കാനുള്ള ത്രാണി ഒരുപക്ഷെ ആ മനസ്സായിരിക്കും ആ പെട്ടിയിൽ കിടക്കുമ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം, ആ ദൈവത്തിന്റെ വിവിധ സ്വഭാവങ്ങൾ. നിങ്ങൾ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ 4 കാര്യങ്ങൾ ആ ദൈവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നവൻ തീഷ്ണതയുള്ളവൻ, പ്രതികാരം ചെയ്യുന്നവൻ, ക്രോധപൂർണ്ണൻ, കോപം സംഗ്രഹിക്കുന്നവൻ. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള 4 സ്വഭാവം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോ ആദ്യം പറയുന്നത് ദൈവം ദീർഘക്ഷമയുള്ളവൻ. Praise the Lord. അവൻ കോപം സംഗ്രഹിക്കുന്നവനാണെങ്കിലും, ക്രോധത്തെ ക്രോധിക്കുന്നവനാണെങ്കിലും, തീഷ്ണത ഉള്ളവനാണെങ്കിലും, ആ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ ദീർഘക്ഷമയുള്ള ദൈവം. Praise the Lord. അപ്പോൾ കർത്താവ് തന്റെ ക്ഷമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഞാൻ നിങ്ങളുടെ പിഴവുകളെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഞാൻ നിങ്ങളെ കഴുകി, നിങ്ങളെ ശുദ്ധീകരിച്ചു, നിങ്ങളെ വെടിപ്പാക്കി എന്റെ മക്കളാക്കി. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പകരം ക്ഷമിക്കുവാൻ കഴിയുന്നില്ല? അതാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഞാൻ ക്ഷമിച്ചു. നമുക്കറിയാമല്ലോ, ആദാം എന്ന ഏക നിമിത്തം പാപം ഈ ഭൂമിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ആദാമിനോട് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ആദാം മരിച്ചു പോകേണ്ടതായിരുന്നു, ആദാം ദൈവത്താൽ കൈവിടപ്പെടേണ്ടവരായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ക്ഷമ, ഒരു ഉടുപ്പ് അവന് വേണ്ടി പ്രത്യേകം തെറ്റിച്ച്, ഒരു പുത്തൻ ഉടുപ്പ് വിടിവിപ്പിച്ച് ആദാമിനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തമ്പുരാൻ മാറ്റുവാനായിട്ടിടയായി. ദൈവം ദീർഘക്ഷമയുള്ളവൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ആദാമിന്റെ ജീവിതത്തിൽ ലഭിച്ചത്. നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാവരും ദൈവമക്കൾ, വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. എന്നാൽ ക്ഷമയുടെ ഒരു നെല്ലിപ്പലക പോലും, ഒരു കണിശമായ ഒരു അനുഭവം പോലും
നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പാലിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. ഉണ്ടോ? ഇല്ല. കാരണം നമ്മള് നിസ്സാരമായ വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്നവർ, ഇമോഷണലായി നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് നിങ്ങൾ സമാധാനം ഉള്ളവർ ആയിരിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും ആർക്കും ഇടർച്ച നിൽക്കുന്നവരാകാൻ പാടില്ല എന്നുള്ള ഒരു ഉപദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഒരു വാക്യം എന്തുകൊണ്ടാണ് നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ സഹമിത്രങ്ങളോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട് ക്ഷമാശീലം ഉള്ളവരായി തീരേണ്ടത്? യേശു പറഞ്ഞൊരു പദമുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം പഠിക്കുമ്പോ, മർക്കോസ് 11:25, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിഴകളെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പിഴകളെ ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കണം. അവൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞത് 70 വട്ടം ക്ഷമിക്കണം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മളൊരു ഇൻസ്പിറേഷണലായ ഒരു നമ്മളെ എന്ത് ചെയ്യുന്ന, ഒന്ന് തുള്ളിച്ചാടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശം മാത്രം കേട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തൃപ്തിപ്പെടരുത്. നമ്മൾ ഇതുപോലുള്ള വചനങ്ങൾ വായിക്കണം, ഇതുപോലുള്ള വചനങ്ങൾ ധ്യാനിക്കണം. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവൻ എടുത്തടിച്ച് നമ്മൾ വർത്താനം പറയുന്ന അനുഭവങ്ങളുണ്ട് ചിലരോട്, ചില വ്യക്തികളല്ലേ. അവൻ യാതൊരു ആലോചനകളും ചിന്തകളും ഇല്ലാതെ അവൻ എന്താണ് അടുത്ത് സംഭവിക്കുവാൻ പോകുന്ന എന്ന ആ ചിന്തയില്ലാതെ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. അവൻ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതും ആയിരിക്കട്ടെ എന്നാണ് വിശുദ്ധ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ പിഴകളെ ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ക്ഷമിക്കാൻ കഴിയണം. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തില് 12 മുതലുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോ ധന്യനായ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വേഗത്തിലൊന്ന് വായിച്ച്. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഓർത്തുകൊള്ളുക. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ആരായി തീർന്നു? സമീപസ്ഥരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ എല്ലാവരിലും ഒഴുകുന്ന രക്തം ഏതാണ്? നമ്മിൽ ഒഴുകുന്ന രക്തം ഏതാണ്? നമ്മുടെ ശരീരത്തിൽ എത്ര ഗ്രൂപ്പിലുള്ള രക്തമുണ്ട് നമ്മുടെ ശരീരത്തില്? ഒന്ന് പറഞ്ഞേ. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 3-4 പേരുണ്ട്. എത്ര ഗ്രൂപ്പ് ബ്ലഡുകളുണ്ട് നമ്മുടെ ശരീരത്തില്? അറിയില്ല. ടീച്ചർ എന്താ പറയുന്നത്? എത്രയുണ്ട്? 4 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇപ്പോഴേ ചെറിയ പറയുന്നത്, ഇത് നാളെ ചെന്ന് പഠിപ്പിക്കും. ഇപ്പൊ 4 ഗ്രൂപ്പ് ഒന്നുകൂടെ ഉണ്ട്. അത് പോസിറ്റീവ് അല്ല, അത് ബോംബെ അത് വളരെ റെയറാണ്. അപ്പോ ഏറ്റവും പ്രധാനമായി 4 ഗ്രൂപ്പ് ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോ ഈ രക്തത്തിന്റെ പ്രത്യേകത അമേരിക്കയിലുള്ളവന്റെയും ആഫ്രിക്കയിലുള്ളവന്റെയും ഇവിടെ ഏഷ്യയിലുള്ള ഇന്ത്യയിലുള്ള നമ്മുടെ എല്ലാവരുടെയും രക്തം ഒരുപോലെയാണ് അല്ലെ? ആ രക്തത്തിന് നിറവ്യത്യാസമില്ല. ആഫ്രിക്കക്കാരന്റെ രക്തത്തിന്റെ കളർ എന്തല്ല? കറുപ്പല്ല. ആണോ? അല്ല. ഇവിടെ UK ഉള്ളവന്റെ അല്ലെങ്കിൽ അമേരിക്കക്കാരന്റെ ബ്ലഡ് വെള്ളയും അല്ല. അല്ലല്ലോ.
നമ്മുടെ റെഡ് ഇന്ത്യൻസിന്റെ ബ്ലഡ് വന്നിട്ട് അത് മഞ്ഞയുമല്ല. എല്ലാവരുടെയും ബ്ലഡ് ഒരുപോലെയാണ്, അല്ലെ? എല്ലാവരുടെയും രക്തം ചുവപ്പ് തന്നെയാണ്. എന്നാൽ ഈ മനുഷ്യന്റെ രക്തം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17 വായിക്കുന്നുണ്ട്. 17:31 തോന്നുന്നു. ദൈവം ഭൂലോകത്തെങ്ങും കുടിയിരിപ്പാൻ മനുഷ്യനെ ഒരുവനിൽ നിന്ന് ഉളവാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്യമുണ്ട്. ഒന്ന് വായിച്ചേ. 17:31 അപ്പോസ്തല പ്രവൃത്തി ഇല്ലേ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവർ ഒരുക്കനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് ആ വാക്യം തമിഴിലൊന്ന് വായിച്ചേ. 17:26. യെസ്. മനുഷ്യജാതിയാണ് സകല ജനങ്ങളെയും അവർ ഒരേ രക്തത്തിനാലെ, തമിഴിൽ വളരെ വ്യക്തമാണ്, ഇംഗ്ലീഷ് ബൈബിളിലും അതേ ആശയമാണ് നൽകിയിരിക്കുന്നത്. ഒരേ രക്തത്തിനാലെ തോറ്റപ്പണ്ണി. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒഴുകുന്ന രക്തം ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലെ രക്തം ഒരേ നിലയിലുള്ളത് കൊണ്ട്, ഒരുവനിൽ നിന്നുള്ളത് കൊണ്ട്, അത് ക്രിസ്തുവിൽ നിന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്വഭാവം വ്യത്യസ്തമാകാനായിട്ട് പാടില്ല, അല്ലെ? അമേരിക്കയിലുള്ള പട്ടിയും എന്ത് ചെയ്യും? അമേരിക്കയിലുള്ള പട്ടിയും കുരയ്ക്കും. ഇന്ത്യയിലുള്ള പട്ടിയോ കുരയ്ക്കും, അതും കുരയ്ക്കും. അതിന് വേറെ വ്യത്യാസമുണ്ടോ? വ്യത്യാസങ്ങള് പ്രത്യേകിച്ചില്ല. അവിടുത്തെ പട്ടിക്കും ഇവിടുത്തെ പട്ടിക്കും ഒരേ സ്വഭാവമാണ് ഉള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ എല്ലാവരിലും ഒഴുകുന്ന രക്തം യേശുവിന്റെ രക്തമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ. നമുക്കിതിൽ യാതൊരു വ്യത്യസ്തതയുമില്ല. നമ്മൾ ഇതിനകത്ത് കറുപ്പനെന്നോ ചുവപ്പനെന്നോ വെളുപ്പനെന്നോ മഞ്ഞക്കാരനെന്നോ പച്ചയെന്നോ നമുക്ക് യാതൊരു വർണ്ണ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ ഇല്ല. നമ്മൾ എല്ലാവരും, ചിലരൊക്കെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മള് മറ്റേ ഇദ്ദേഹം പറഞ്ഞത് വരാതെ ഡാർവിൻ പറഞ്ഞല്ലോ, നമ്മൾ ആരിൽ ഉണ്ടാവില്ല, കുരങ്ങിൽ നിന്ന്. അത് ഇങ്ങനെ പരിണാമം ചെയ്ത് ഓരോ കാലഘട്ടങ്ങളിൽ പരിണാമം ഉണ്ടായത് വഴി അവൻ മനുഷ്യനായി തീർന്നതാണ്, അല്ലേ? അപ്പോ ഇന്ന് അവൻ പരിണമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അത് സിദ്ധാന്തമേ തെറ്റിപ്പോയി. അപ്പോ പലരും ഇന്ന് എന്തുകൊണ്ട് ദൈവിക സ്വഭാവം കാണിക്കില്ലെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം, ഞാൻ ഈ ചാൾസ് ഡാർവിൻ പറയുന്നത് പോലെ, നമ്മൾ പരിണമിച്ചു വന്നവരായതുകൊണ്ടാണ് ദൈവിക സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തമാണ് നമ്മിൽ ഒഴുകുന്നു എന്നതായ ഒരു ധാരണ, ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാൻ കഴിയും? സ്നേഹിക്കാൻ കഴിയും, പരസ്പരം അംഗീകരിക്കാൻ കഴിയും, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയും. അവൻ പൗലോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, അവൻ നമ്മുടെ എല്ലാ പകയും എല്ലാ ക്രോധവും അവൻ നമ്മുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകണം. നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാ? ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഇവിടെ യേശു പറഞ്ഞു, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ചിലരൊക്കെ ചിന്തിക്കുന്നത്, ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാം, തോന്നും പോലെ പോകാം, വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ ഒരു നല്ലൊരു അടക്കമൊക്കെ കിട്ടും പള്ളിയിൽ പോകുന്നതുകൊണ്ട്, എന്തായാലും പാസ്റ്റർമാര് വരും, വന്ന് പ്രാർത്ഥിച്ചവരെ ഉടലോടെ അവര് മകളിൽ കയറ്റിവിടും എന്ന ചിന്തയാണ് പലർക്കുള്ളത്. പക്ഷേ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മള് എങ്ങനെയെങ്കിലും അഥവാ ഉടലെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഇരിക്കട്ടെ, അങ്ങോട്ട് കയറ്റി വിട്ടാൽ കരുതില്ല. അങ്ങോട്ട് കയറ്റി വിട്ടാൽ നമ്മളെല്ലാവരും എവിടേക്ക് പോകാനുള്ളവരാ? ഒരു സ്വർഗത്തിൽ പോകാനുള്ളവരല്ലേ? അവിടെ
അവിടെ ധാരാളം സ്വർഗങ്ങളുണ്ടോ? ധാരാളം സ്വർഗമില്ല, ഒറ്റ സ്വർഗമേ ഉള്ളൂ, അല്ലേ? അപ്പൊ അവിടെ ചെന്നും ഇതേ ഗതി നമുക്ക് തുടരാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ഗതി തുടർന്നവൻ അവിടെ പോവോ? നമ്മള് ഇവിടെ പരസ്പരം വിദ്വേഷവും പകയും കോപവും കയ്പും കൂറ്റാരവും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിട്ട് തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ യേശു പറഞ്ഞത്, സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല? പ്രൈസ് ദി ലോർഡ്. നല്ല ക്ഷമയുടെ പാഠങ്ങൾ, ക്ഷമയുടെ ഉപദേശങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അവനതൊരിക്കലും നമ്മുടെ തിന്മയ്ക്കല്ല. അവൻ യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് മകനെയാണ് പഠിപ്പിച്ചത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു ദൈവ പൈതലിന്റെ ആറ്റിറ്റ്യൂഡ്, സ്വഭാവം എന്ന് പറയുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്ന റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. സകല മനുഷ്യരോടും, അവൻ കൂട്ടുവിശ്വാസികളോടും വീട്ടിലുള്ളവരോടും നാട്ടുകാരോടും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സമാധാനമുള്ളവരായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് അതിൽ നിന്ന് സംഭവിക്കാൻ കൈപ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെങ്കിലും വചനം പറയുന്നു, അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചില്ലേ, അവൻ നിങ്ങൾ നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, നിങ്ങൾ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് അവൻ നിങ്ങളുടെ പാപത്തെ ഞാൻ വഹിച്ചില്ലേ, അവൻ ഞാൻ നിങ്ങളെ കഴുകിയില്ലേ, എന്റെ രക്തത്തിലൂടെ ഞാൻ വിലയ്ക്ക് വാങ്ങിയില്ലേ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കഴിയുക എന്നാണ് കർത്താവ് ഇന്ന് പകരം നമ്മോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയെങ്കിലും ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആ പ്രശ്നത്തിന് വലുതാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മൾ കണ്ടില്ലെന്ന് അഭിനയിച്ചു പോകുന്ന വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതേ സമയത്ത് തന്നെ പ്രശ്നങ്ങളിൽ അനുരഞ്ജനവും സമാധാനവും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. യേശു പറഞ്ഞത് എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കൽ ലൈഫാണ്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അവൻ സ്തോത്രം ചെയ്യുന്നത് പ്രവൃത്തിയാലുള്ള ജീവിതമാണ്. അവൻ പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ അവൻ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ വായിക്കുന്നു കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ അവൻ ദീർഘമായി ക്ഷമിക്കേണ്ടതിന്റെ, അവൻ ക്ഷമിക്കുവാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവൻ സ്നേഹം എന്ന് പറയുന്നുണ്ട്. അവൻ ആ സ്നേഹത്തിന്റെ സവിശേഷതകളിൽ 4-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്ന വായിച്ചേ വേഗത്തിൽ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, എന്നിട്ട് അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അല്ലെ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദീർഘമായി പൊറുക്കുന്നു, ദീർഘമായി സഹിക്കുന്നു. 3 വേർഡുകൾ, 3 പദങ്ങൾ അവിടെയുണ്ട്. സ്നേഹം ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, സഹിക്കുന്നു. അപ്പോ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരുവന് മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോ അനുഗ്രഹിക്കപ്പെട്ട ചില സഹോദരന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ യാക്കോബിന്റെ മക്കളാണ്. യാക്കോബിന്റെ 12 മക്കൾ. നമുക്കറിയാം, ഈ 12 മക്കളിൽ ഒരുവനായിരുന്നു ജോസഫ്. ഈ ജോസഫിനെ
സഹോദരന്മാർ അസൂയ നിമിത്തം അദ്ദേഹത്തെ ആദ്യം കൊല്ലാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ചില സഹോദരങ്ങൾ ഇടിവിൽ നിന്നതുകൊണ്ട് അവനെ പൊട്ടക്കിണറ്റിലിട്ടു. പിന്നെ അവനെ കച്ചവടം നടത്തി, അവനെ കൊന്നു എന്നുള്ളവൻ എന്താ ഒരു കുറുക്കൻ പിടിച്ച് അവൻ ചത്തുപോയി എന്ന് പറഞ്ഞ അപ്പന്റെ മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇതെല്ലാം കഴിയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ചില ആണ്ടുകളൊക്കെ പിന്നിടുമ്പോ ഈ ജോസഫ് മിസ്രൈമിന്റെ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അന്ന് എന്തും ചെയ്യാം, ഏതും ചെയ്യാം, അധികാരം തന്റെ കരത്തിലാണ്. നമുക്കറിയാം ആ സന്ദർഭം. ദേശത്ത് കഠിനമായ ക്ഷാമം. അപ്പോ യാക്കോബ് തന്റെ മക്കളോട് പറയുന്നു, മിസ്രൈമിൽ ആഹാരമുണ്ട്, നിങ്ങൾ ചാക്കുകൾ എടുത്തുകൊണ്ട് അവിടെ ചെന്നാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം എന്ത് ചെയ്യാം, അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ധാന്യം മേടിക്കുവാനുള്ള ചാക്കും പണവുമായി ഈ സഹോദരന്മാർ ബെന്യാമീൻ ഒഴികെയുള്ള ബാക്കി 10 പേരും അവൻ മിസ്രൈമിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോ അവൻ ജോസഫ് മിസ്രൈമിന്റെ ഭരണാധികാരിയായിരിക്കുകയാണ്. ജോസഫിനെ കാണുന്നു, അദ്ദേഹത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അതെല്ലാം പ്രവചന നിവൃത്തിയാണ്. അപ്പോ ഇവരെ കണ്ടപ്പോ തന്നെ ജോസഫിന് സഹോദരന്മാരാണെന്ന് മനസ്സിലായി, അല്ലേ? എന്നാൽ ഈ സഹോദരന്മാർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ ജോസഫ് സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം അല്പം പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങൾ എവിടെ നിന്നാ വന്നത്? നിങ്ങൾ കള്ളന്മാരാണ്, ദേശത്തെ ഒറ്റുനോക്കാൻ വന്നിരിക്കുകയാണ്, ദേശത്തിന്റെ ദുർബല ഭാഗം പിടിച്ചെടുക്കാൻ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു വിരട്ടങ്ങ് വരട്ടി. അപ്പോ ഇവരൊന്നും വല്ലാതെ ഭയപ്പെട്ടു. കാരണം ദേശത്തിന്റെ ഭരണാധികാരിയെ പറയുന്നേ, അല്ല ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരു അപ്പന്റെ മക്കളാണ്, ഞങ്ങൾ ഇത്ര പേരാണ് എന്നൊക്കെ പുള്ളിക്കാരൻ അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, യോസേഫ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ആ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് ധാന്യമെല്ലാം കൊടുക്കുന്നു. ഇവര് ജോസഫിനോട് വീട്ടിൽ ആരൊക്കെയുണ്ട്, ജോസഫ് അവരോട് ചോദിക്കുന്നു വീട്ടിൽ ആരൊക്കെയുണ്ട്. അപ്പനുണ്ട്, ഒരു സഹോദരനുണ്ട്, അവൻ അപ്പന്റെ ഏറ്റവും സ്നേഹപുത്രനാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവൻ നമ്മൾ അടുത്ത് വായിക്കുന്നത് എങ്ങനെയാണ്, അവൻ സ്വന്തം യോസഫ് അവൻ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുത്തുവിട്ടതിന് ശേഷം അടുത്തു വരുമ്പോൾ നിങ്ങളുടെ സഹോദരനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അല്ലെ? ആ സംഭവം ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം. ഈ രണ്ടാമത്തെ തവണ അവൻ ബെന്യാമീനെ കൊണ്ടുവരുന്നു. ഇതിനകത്ത് ശിമയോനെ പിടിച്ച് ആക്കിടുന്നു, അല്ലെ? അപ്പൊ മറ്റവനെ കൊണ്ടുവന്നാലേ നീ ഇവനെ വിടത്തുള്ളൂ. ഇവിടെ ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് നടക്കുന്നത്, വിശദമാക്കുന്നില്ല. വന്ന് രണ്ടാമത്തെ തവണ ഈ എല്ലാ സഹോദരന്മാരും വരികയാണ് ധാന്യം വാങ്ങിക്കാൻ. എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ ജോസഫിന്റെ ഹൃദയം നിറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. ഈ സഹോദരന്മാരെ കണ്ടപ്പോൾ മുൻകാലങ്ങളിൽ അവരോട് അനുഭവിച്ച സ്നേഹം, ഒരുപക്ഷെ പ്രതികാരം, സ്തോത്രം, ഒരുപക്ഷെ ആ കുഴിയിലിട്ട് കാണും, കിണറ്റിലിട്ടു, അതൊന്നും തനിക്ക് പ്രശ്നമല്ല. തന്റെ പേര് ചെടിവാരി എറിഞ്ഞു, പ്രശ്നമല്ല. അവൻ തന്നെ വിറ്റു, അതും തനിക്ക് പ്രശ്നമല്ല. സഹോദരന്മാർ എന്റെ കൂടത്തറപ്പ, ഒരു അപ്പന്റെ മക്കളാ, ഒരു ബ്രഡ. അവൻ ആ ചിന്ത ജോസഫിന്റെ മനസ്സിലേക്ക് വരികയാ. അവൻ ഈ സഹോദരങ്ങളെ കണ്ട് അവൻ സ്വന്തം നേരെ അകത്തേക്ക് പോകുന്നു, അല്ലെ? അകത്തേക്ക് പോകുന്നു അവൻ. ജോസഫ് അവൻ സ്വന്തം സഹോദരന്മാരുടെ നടുവിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു 44-ാമത്തെയോ 45-ാമത്തെയോ അധ്യായത്തിൽ കാണും. അവൻ ജോസഫ് തന്റെ സഹോദരന്മാരുടെ നടുവിൽ അവൻ വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ അയച്ച ജോസഫാണ്, നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് ഞാനെന്ന് പറഞ്ഞ് അവൻ വെളിപ്പെടുത്തുന്ന ഒരു രംഗം. നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം ജോസഫിനെ ദ്രോഹിച്ചു, എന്തുമാത്രം ചെളിവാരി എറിഞ്ഞു, എന്തുമാത്രം പകയോടെ അവർ പ്രവർത്തിച്ചു. പക്ഷേ ജോസഫിന് വേണമെങ്കിൽ
അവരിവരെല്ലാം കാരാഗ്രഹത്തിൽ അടയ്ക്കാമായിരുന്നു, ഇവരെല്ലാം ശിക്ഷ വിധിക്കാമായിരുന്നു, തടവറയ്ക്കകത്താക്കാമായിരുന്നു. പക്ഷെ യോസേഫ് ചെയ്തില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടെ ആക്കിയതാ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, അവൻ ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ക്ഷമിക്കുവാൻ കഴിയും, തമ്മിൽ അംഗീകരിക്കുവാൻ കഴിയും, അവൻ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയും, തമ്മിൽ ഉൾക്കൊള്ളുവാൻ കഴിയും. അവൻ നമ്മുടെ ഭാരങ്ങൾ, അവൻ സയന്റിഫിക്കലായി നമ്മൾ പഠിച്ച അനേക രോഗങ്ങൾക്ക് കാരണം അവൻ നമുക്ക് ക്ഷമിക്കുവാനില്ലാത്ത കഴിവാണ്. നമുക്ക് ക്ഷമിക്കും. നമ്മുടെ ഉള്ളിൽ പകയും വിദ്വേഷവും അധികമാകുന്നത് കൊണ്ടും സഹനശക്തി ഇല്ലാത്തത് കൊണ്ടും പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടുമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരിടുന്ന 60% രോഗങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇത് വൈദ്യശാസ്ത്രമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ചിലതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ താഴേണ്ടടുത്തൊന്ന് താഴണം. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സ്ഥലത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ മസിൽ പിടിച്ചിരിക്കരുത്. നമ്മളിൽ വ്യാപരിക്കും, നമ്മളിൽ ഒഴുകുന്ന രക്തം ഒറ്റ രക്തമാ. ദൂരസ്ഥരായിരുന്ന എന്നെയും നിങ്ങളെയും സമീപസ്ഥരാക്കി തീർത്ത യേശുവിന്റെ രക്തം. ആ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ ദീർഘക്ഷമയുള്ളവൻ എന്നത്രേ. അവൻ ദീർഘമായി ക്ഷമിക്കുന്നവനാണ്, അവൻ ദീർഘമായി പൊറുക്കുന്നവനാണ്. കാൽവരിയിൽ നമുക്ക് വേണ്ടി അത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് വകയ്ക്കാൻ അവന്റെ മക്കളായി തീരുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ വാക്കുകളെ അവൻ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവൻ സ്തോത്രം ചെയ്യുന്ന വലിയൊരു സന്ദേശമാണ്. അവൻ സ്തോത്രം ഇതിനകത്തു നിന്ന് നിരവധി കാര്യങ്ങൾ തുടർന്ന് പങ്കുവയ്ക്കുവാനുണ്ട്. ഇന്ന് പകരം ഞാൻ എന്റെ വാക്ക് അവനോട് സംഹരിക്കട്ടെ. അവൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു സ്നേഹിച്ചതുപോലെ, യേശു ക്ഷമിച്ചതുപോലെ, യേശു പരസ്പരം നമ്മെ ഉൾക്കൊണ്ടതുപോലെ അവൻ നമുക്കും ആ കർത്താവിനെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവരെ നമുക്കും ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞിട്ട് വെള്ളം ഉടുത്തിട്ട് വേഷം ധരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഉടലോടെയും വീട്ടിൽ പോകത്തില്ല, ഉടലില്ലാതെയും പോകത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. യോന നിവാസി, സ്വന്തം നിലവേ നിവാസികളുടെ മാനസാന്തരം ആഴമായ മാനസാന്തരം അല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം നഹൂമിനെ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും പറയുക, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, ഒരവസരം കൂടെ തരുന്നു. അവനെപ്പോഴും ഈ അവസരം ലഭിക്കത്തില്ല. വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വച്ചിട്ടുണ്ട്. ഫലം കാച്ചില്ലെങ്കിൽ അടുത്തയാണ്ടിൽ വെട്ടിക്കളയാം. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം തിരുനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ. ദൈവകരങ്ങളിൽ നമ്മൾ തന്നെ ഒരു നിമിഷം സമർപ്പിക്കാം. യേശു നമ്മെ ഉൾക്കൊണ്ടതുപോലെ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കണ്ണുകൾ അടയട്ടെ, മുഴങ്കാലുകൾ മടങ്ങട്ടെ. കേൾക്കപ്പെട്ട ചില ഉപദേശ സത്യങ്ങൾ അതിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ ഒരു നിമിഷം അപ്പന്റെ കരങ്ങളിൽ കൊടുക്കാം. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട അവൻ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. കോരിത്തരിക്കുന്ന ഒരു സന്ദേശമല്ലായിരിക്കാം, എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഗുണകരമായ അവൻ ചില വാക്കുകൾ, ചില വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. അവൻ സ്തോത്രം ഒരു വ്യക്തമാണ് എഴുതുന്നത്. അവൻ ഇന്ന് വകയ്ക്കാലം ഉൾക്കൊള്ളുവാനുള്ള മനസ്സുണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം. എല്ലാ ദൈവജനവും കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. അവൻ യേശുവിനെ പോലെ, യേശുവിന്റെ ഭാവമുള്ളവരായി, യേശുവിന്റെ സ്വഭാവമുള്ളവരായി അവൻ നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ കഴിയട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം.